നമ്മുടെ ലൈഫിൽ നമ്മൾ ഊണവും വേണ്ട ഉറക്കവും വേണ്ട ഒരുപാട് സമ്പാദിച്ചു കൂടാറുണ്ട് അല്ലേ. ഓടി നടന്ന് നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ട് അത് സമ്പാദിച്ചു കൂട്ടിയിട്ട് ജീവിക്കാൻ മറന്നു പോകും. പണത്തിന്റെ പിന്നാലെ ഓടുന്ന സമയത്ത് ജീവിക്കാനായിട്ട് മറന്നു പോകും. നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പണം നമ്മൾ മരണശേഷം കൊണ്ടുപോകുമോ? നമ്മൾ ചേർത്ത് വെച്ച ബന്ധങ്ങൾ നമ്മുടെ മരണശേഷം നമ്മോടൊപ്പം വരുമോ? നമ്മുടെ മരണശേഷം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ, അതെന്താണ്? ഭഗവാനോടുള്ള ഭക്തി. അത് മാത്രമാണ് ഭൂമിയിൽ നിന്ന് നമുക്ക് മനുഷ്യനായി നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ഒരിക്കൽ ഒരു മഹാരാജാവ് രാജ്യം കാണാനായിട്ട് ഇറങ്ങി. അപ്പൊ അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ സൽക്കാരങ്ങൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ഒരു സന്യാസി വര്യൻ ഒരു ആൽമര ചുവട്ടിലിരുന്നിട്ട് ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ രാജാവിന് വളരെ കൗതുകം തോന്നി. രാജാവ് ചോദിച്ചു, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? മന്ത്രിനോട് ചോദിക്കുകയാണ്, അദ്ദേഹം എന്താണ് ചെയ്യുന്നത് ചോദിക്കുകയാണ്. അപ്പൊ മന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഡ്ഢിയാണ്, വിഡ്ഢിത്തരമാണ് പറയുന്നത്. അദ്ദേഹം മറ്റുള്ളവർക്ക് ആ ഒരു കാര്യത്തെ പറഞ്ഞു കൊടുത്തിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്ന് പറയാണ്. അപ്പൊ രാജാവ് ഇത് മനസ്സിൽ വെച്ചു. അന്ന് വൈകിട്ട് അദ്ദേഹം കൊട്ടാരത്തിലെത്തിയപ്പോ അദ്ദേഹത്തിന് തോന്നി, താൻ കണ്ട കാഴ്ചയിൽ തന്റെ പ്രജകൾക്ക് അദ്ദേഹം വിഡ്ഢിത്തരമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ രാജാവ് വിചാരിച്ചു, ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയെ കണ്ടുപിടിക്കണം. പിറ്റേന്ന് രാവിലെ അദ്ദേഹം മന്ത്രിയെ വിളിച്ചു വരുത്തി ഒരു സ്വർണ്ണ നാണയം നീട്ടിയിട്ട് പറഞ്ഞു, ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിക്ക് ഈ ഒരു സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് നൽകണമെന്ന് പറയുകയാണ്. അപ്പൊ മന്ത്രിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിഡ്ഢിയെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. താൻ കണ്ടതെല്ലാം വിഡ്ഢികളാണെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു. വൈകുന്നേരം വരെ അദ്ദേഹം നടന്നിട്ടും അദ്ദേഹത്തിന് ഒരു വിഡ്ഢിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ചോദിക്കുന്ന എല്ലാവരോടും താൻ വിഡ്ഢിയാണെന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെ ഓരോരുത്തരോടും മന്ത്രി ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ വിഡ്ഢി താനല്ലേ ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ കേൾക്കുന്ന എല്ലാവരും തന്നെ പറയാണ്, ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഡ്ഢി താങ്കളാണെന്ന് പറയുകയാണ്. ആരും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് നടന്നു, അദ്ദേഹം തളർന്നു. ഒരു വിഡ്ഢിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. കാരണം തിരികെ ചെന്ന് കഴിഞ്ഞാൽ രാജാവിന്റെ ശിക്ഷ അദ്ദേഹത്തിന് അറിയാം, അത് സഹിക്കാൻ വയ്യ. അപ്പൊ അദ്ദേഹം വളരെ ദുഃഖിതനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ